ഗുഡ് മോർണിംഗ്. പുരകത്തുമ്പോൾ വാഴ വെട്ടുന്ന സ്വഭാവങ്ങളുണ്ടോ? അതാണ് ഇപ്പം ലാട്ട ചെയ്തുകൊണ്ടിരിക്കുന്നത്. തിരക്ക് പിടിച്ച് എവിടെയും പോകുമ്പോൾ ലാട്ടൻ എന്തെങ്കിലുമൊക്കെ ഫിക്സ് ചെയ്യാനുണ്ടാവും. ഇന്ന് ആശയക്കുട്ടീൻ്റെ ജിംനാസ്റ്റിക് കോമ്പറ്റീഷനാണ് കേട്ടോ. വലിയ കോമ്പറ്റീഷനൊന്നുമല്ല, ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പല ബ്രാഞ്ചസ് തമ്മിലുള്ള ഒരു കോമ്പറ്റീഷൻ. കോമ്പറ്റീഷൻ എന്നൊക്കെ പറഞ്ഞിങ്ങനെ ടെൻഷൻ അടിച്ച് മുഖം വീർപ്പിച്ചിരിക്കുന്നുണ്ട്. അങ്ങനെ കുട്ടികളൊക്കെ ലൈനപ്പായി. ഞങ്ങൾ ഇത്തിരി ലേറ്റ് ആയതുകൊണ്ട് ഞങ്ങൾ ലാസ്റ്റ് ആട്ടോ ജോയിൻ ചെയ്ത്. അപ്പം മൊത്തത്തിൽ ഇപ്പോഴും ടെൻഷൻ മാറിയിട്ടില്ല ആ മുഖത്തുനിന്ന്. അങ്ങനെ 2 ഐറ്റമാണ് ഓരോ കുട്ടിക്കും ചെയ്യാനുള്ളത്. ഇതുപോലൊരു റുട്ടീനും പിന്നെ ഒരു റൺ ചെയ്തിട്ട് പോയിട്ടൊരു ജമ്പ് ചെയ്യുന്നൊരു സാധനം ഇത് തന്നെ. അപ്പം അതെല്ലാം കഴിഞ്ഞ് വന്നപ്പോഴാണ് ആളുടെ മുഖത്തൊരു തെളിച്ച. അതുവരെ ഭയങ്കര ടെൻഷനായിരുന്നു. അപ്പോൾ എന്തായാലും രണ്ടിനും ബ്രോൺസ് മെഡലൊക്കെ കിട്ടി. ഞങ്ങൾ ഹാപ്പിയാണ് ഗൈസ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് സർട്ടിഫിക്കറ്റ് വന്നിട്ടുണ്ട്. ഞങ്ങൾ പെട്ടെന്ന് വീട്ടിലെത്തിയിട്ട് ഇവർക്ക് ചെറുതായിട്ട് സ്നാക്സൊക്കെ കൊടുത്ത് അവിടെ ഇരുത്തി. പിന്നെ ഞാൻ പെട്ടെന്ന് ലഞ്ചിനുള്ള പരിപാടിയൊക്കെ നോക്കി. ലഞ്ചിന് പ്രത്യേകിച്ച് കാര്യമായിട്ടൊന്നുമില്ല, ചോറും പയറുപ്പേരിയും കറിയും അതൊക്കെ തന്നെ. പിന്നെ ഞങ്ങളുടെ മെയിൻ അജണ്ട ചൈന മോൾ ഗേൾസ് ഒള്ളിയാണ്. ലാട്ടിനെ കൂട്ടിക്കൊണ്ടുപോയ ഇതൊന്നും നടക്കില്ല. ഞങ്ങൾക്ക് വെറുതെ അലിഞ്ഞിരിച്ച് നടക്കണം. വീട്ടിൽ നിന്ന് ചൈന മോളിലേക്ക് പോകാൻ അവർക്ക് ഒരു 15 മിനിറ്റ്സേ ഉള്ളൂ. പക്ഷേ ഏകദേശം ഒരു 1.5 മണിക്കൂർ എടുത്തു. അത്രയ്ക്കും ബ്ലോക്കായിരുന്നു. വൈകുന്നേരം ഇറങ്ങി രാത്രി എത്താൻ. അപ്പം ആ വേളകൾ ആനന്ദകരമാക്കാനാണ് ഞങ്ങളുടെ പാട്ടൊക്കെ. പിന്നെ പ്രത്യേകിച്ച് ഒന്നും വാങ്ങാനല്ല, വെറുതെ ഇതെല്ലാം കാണാൻ. അതാണ് നമ്മുടെ മെയിൻ അജണ്ട. അപ്പം ഞങ്ങൾ വെറുതെ ഇതെല്ലാം അലിഞ്ഞിത്തിരി നടന്നു. ആമി ചെരുപ്പ് വാങ്ങിച്ചിട്ടോ. ഇതൊന്നും പോരാണ്ട് നമ്മൾ പിന്നെ ഡിസ്കൗണ്ട് സെൻറ്ററിലും അലിഞ്ഞിത്തിരി നടന്നു. അവിടെ നിന്ന് ആമി വാങ്ങിക്കൊടുത്തതാണ് ഈ പെയിൻറ്റിങ്. നമ്മൾ വീടെത്തുമ്പോഴേക്ക് ഏകദേശം 11 മണിയായി. അപ്പോഴേക്കെല്ലാട്ടും നല്ല പുട്ടും പോർക്കും ഉണ്ടാക്കി വെച്ചിരുന്നു. പിന്നെ കട്ടനിൽ ചിയേഴ്സും അടിച്ച് പിന്നെ ഒരു ഐസ്ക്രീമിൻ്റെ മേമ്പൊടിയോടെ ഇന്നത്തെ ദിവസം അവസാനിപ്പിക്കുന്നു. അപ്പം ശരി, ബൈ ബൈ.